ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചതടക്കം ഇടുക്കിക്ക് വേണ്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 18,000 കോടിയുടെ പാക്കേജുകൾ എവിടെ പോയെന്ന് ഇത്തവണ ജില്ലയിൽ എത്തുമ്പോഴെങ്കിലും പറയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ പരിശോധിച്ചാൽ ഇതെല്ലാം ജലരേഖയാണെന്ന് വ്യക്തമാകുമെന്നും ബിജോ മാണി പറഞ്ഞു. വാർത്ത കാണാം. 5 വർഷം മുൻപ് കട്ടപ്പനയിൽ വന്ന 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖകൾ പരിശോധിച്ചാൽ ഇതെല്ലാം ജലരേഖയാണെന്ന് വ്യക്തമാകും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി പാക്കേജ് എന്ന പേരിൽ 2019 പുനർജനി പദ്ധതി പ്രകാരം 5,000 കോടി, 2020 1,000 കോടിയും പ്രഖ്യാപിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി 12,000 കോടി കൂടി പ്രഖ്യാപിച്ചത്. ആകെ 18,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 7 വർഷം കഴിയുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി വരെ ഇതിൽ നിന്ന് ചെലവഴിച്ചത് വെറും 22 കോടി രൂപ മാത്രമാണ്. ഇതിൽ 2022, 23, 2023, 24 വർഷങ്ങളിൽ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. മുഖ്യമന്ത്രി കട്ടപ്പനയിൽ വന്ന് ഒരു 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനു മുൻപ് 2019 പ്രളയത്തിന് ശേഷം ബജറ്റിൽ ഇടുക്കി ജില്ലയ്ക്ക് കാര്യമായി ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് 5,000 കോടി രൂപയുടെ പാക്കേജ് 2019, 2020 1,000 കോടിയും ഉൾപ്പെടെ മൊത്തം 18,000 കോടി രൂപയുടെ പാക്കേജ് ആണ് പിണറായി സർക്കാർ നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. ഇപ്പം 2019 കഴിഞ്ഞ് 7 വർഷം കഴിയുന്നു. ഈ 18,000 കോടി രൂപ ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചിട്ട് എത്ര കോടി രൂപ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ ചെലവഴിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയമായിരുന്നു. കാരണം നാളെ മുഖ്യമന്ത്രി വീണ്ടും ഇടുക്കി ജില്ലയിൽ വരികയാണ്. പാക്കേജ് പ്രഖ്യാപിച്ച് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് വീണ്ടും കട്ടപ്പനയിൽ വരുന്ന മുഖ്യമന്ത്രി ഈ ഇടുക്കി ജില്ലയിൽ പ്രഖ്യാപിച്ച ആകെ 18,000 കോടി രൂപ എവിടെ പോയി എന്നുള്ള കാര്യം ജില്ലയിലെ ജനങ്ങളോട് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പം ഈ പാക്കേജ് നാളെ മുതൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാണ്. അപ്പൊ ഈ ഇടുക്കി പാക്കേജുമായി ബന്ധപ്പെട്ട് 2021 6 യോഗങ്ങളും, 2022 1 യോഗവും, 2023 9 യോഗങ്ങളും കളക്ടറേറ്റിലും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി പങ്കെടുത്ത ഓൺലൈൻ മീറ്റിംഗ് ഒക്കെയായി ചേരുകയുണ്ടായി. ഈ യോഗത്തിലെല്ലാം ഇടുക്കി ജില്ലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഈ 18,000 കോടി രൂപ എങ്ങനെയൊക്കെ ചെലവഴിക്കണമെന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായി. ആദിവാസി മേഖലയിൽ എങ്ങനെ പണം ചെലവഴിക്കണം, തോട്ടം മേഖലയിൽ എങ്ങനെ പണം ചെലവഴിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായ ചർച്ചകളുണ്ടായി. ഇപ്പം തോട്ടം മേഖലയിലെ, പ്ലാന്റേഷൻ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഈ പാക്കേജിൽ അനുവദിച്ച തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായി. ഗോത്ര മേഖലയിൽ, ആദിവാസി മേഖലയിൽ ഈ തുക എങ്ങനെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഗോത്ര മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായി. കായിക മേഖലയിൽ ഈ ഇടുക്കി പാക്കേജ് എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കായിക വകുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ടായി. മാത്രമല്ല ജില്ലയിൽ അന്നുണ്ടായിരുന്ന മുഴുവൻ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് വിളിച്ചു ചേർത്തിട്ടുണ്ടായി. അങ്ങനെ ഈ യോഗങ്ങളെല്ലാം വിളിച്ചു ചേർത്ത് നിരവധിയായ ചർച്ചകളും അനുമോദനങ്ങളും എല്ലാം നടത്തിയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എത്ര രൂപ ചെലവഴിച്ചു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്നും 26/2/2026 ലഭിച്ച വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി പറയുന്നത് വെറും 22 കോടി രൂപ മാത്രമാണ് ഈ ഇടുക്കി പാക്കേജിന്റെ പേരിൽ ജില്ലയിൽ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പാക്കേജിന്റെ പേരിൽ ഏതൊക്കെ പദ്ധതിക്കാണെന്നുള്ള പൈസ അനുവദിച്ചേക്കുന്നത്? തോടിന്റെ സൈഡുകെട്ട്, അതോടൊപ്പം തന്നെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് ജിംനേഷ്യം, സർക്കാർ ഓഫീസുകൾ ചുറ്റും അതിൽ കിട്ടുന്നത്. അങ്ങനെ സാധാരണ ഓരോ വർഷവും ബജറ്റ് വിഹിതമായി വിവിധ സർക്കാർ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന തുകയെ ഇടുക്കി പാക്കേജ് എന്ന പേരിൽ ഇട്ട് ഫണ്ട് അനുവദിക്കുകയല്ലാതെ നയാ പൈസ ഇടുക്കി പാക്കേജിന്റെ പേരിൽ ജില്ലയിൽ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്
ഈ വിവരാവകാശ രേഖകളിൽ നിന്ന് വ്യക്തമാകും. ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടെ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാൻ 2021 6 യോഗങ്ങളും 2022 1 യോഗവും 2023 9 യോഗങ്ങളും ചേർന്നു. മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഈ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. തൊഴിലാളി ലയങ്ങളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ തോട്ടം മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ, ആദിവാസി മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ, കായിക മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും യോഗത്തിലുണ്ടായി. പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ആലോചിക്കാൻ ജനപ്രതിനിധികളുടെ യോഗവും ചേർന്നു. മുൻഗണനാക്രമത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ ഈ യോഗങ്ങളിൽ തീരുമാനിച്ചിരുന്നെങ്കിലും ഇതിൽ ഒരെണ്ണം പോലും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. പാക്കേജിനായി പണം നൽകാതെ വെറുതെ പ്രഹസന യോഗങ്ങൾ നടത്തുകയായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഓരോ വർഷവും വിവിധ സർക്കാർ വകുപ്പുകൾക്ക് അനുവദിക്കുന്ന തുക ഇടുക്കി പാക്കേജിന്റെ പേരിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. പാക്കേജിന്റെ നടത്തിപ്പിനും ശമ്പളം നൽകാനുമായി 7 ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. ആലോചനാ യോഗങ്ങൾ നടത്തി ചായ കുടിച്ച് പിരിഞ്ഞതല്ലാതെ പാക്കേജ് പ്രഖ്യാപനം കൊണ്ട് ജില്ലയ്ക്ക് പ്രയോജനമുണ്ടായില്ലെന്ന് വ്യക്തം. വെറും പ്രഖ്യാപനങ്ങൾ നടത്തി സർക്കാർ ഇടുക്കി ജില്ലയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷം നിർമ്മാണ നിരോധനമടക്കമുള്ളവ നടപ്പാക്കി ഇടുക്കിയെ ദ്രോഹിച്ചു. പരിസ്ഥിതി സംഘടനകളുമായി ഒത്തുകളിച്ച് ജില്ലയിലെ പട്ടയ വിതരണം അട്ടിമറിച്ചു. ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്തരവുകൾ ഇറക്കിയതും പിണറായി സർക്കാരാണെന്നും ബിജോ മാണി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലും പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക.